ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏഴാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഹൗസിൽ ഇപ്പോൾ 18 പേരാണ് അവശേഷിക്കുന്നത്. അവരിൽ നിന്നും ഒരാൾ കൂടി പുറത്തായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹൗസിൽ നിന്നും പുറത്തേക്ക് പോയത് മറ്റാരുമല്ല, വൈൽഡ് കാർഡ് എൻട്രിയായി 2 ആഴ്ച മുമ്പ് ഹൗസിലേക്ക് എത്തിയ മത്സരാർത്ഥിയായ പൂജ കൃഷ്ണയാണ്. ആരോഗ്യപരമായ അവശതകൾ കാരണമാണ് പൂജ പുറത്തായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഡിസ്കിന് അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പൂജ കൃഷ്ണ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കരയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായതിനാൽ പൂജയെ ഹൗസിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റി. പൂർണ്ണ വിശ്രമം എടുക്കാൻ നിർദ്ദേശിച്ചുവെന്നാണ് മുൻ ബിഗ് ബോസ് താരം നാദിറ മെഹ്റിൻ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറയുന്നത്. ഹൗസിലേക്ക് പുതുതായി കയറിയ 6 വൈൽഡ് കാർഡുകളിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരുന്ന മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു പൂജ കൃഷ്ണ. മൈൻഡ് ഗെയിമിൽ മാത്രമല്ല, ഫിസിക്കൽ ഗെയിമുകളിലും മികച്ച പ്രകടനം തന്നെ പൂജ കാഴ്ചവെക്കാറുണ്ട്. ടോപ്പ് 5-ൽ എത്തുമെന്ന് പ്രേക്ഷകർക്ക് പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു താരം. കഴിഞ്ഞ ആഴ്ചയിലെ പവർ ടീം അംഗമായിരുന്നു പൂജ. ഈ ആഴ്ചയിലും ഗെയിം നല്ല രീതിയിൽ കളിച്ചതിനാൽ പൂജയുടെ പവർ ടീം തന്നെയാണ് ഈ ആഴ്ചയും വീട് ഭരിക്കാൻ പോകുന്നത്. എന്നാൽ ഡിസ്കിന് പ്രശ്നങ്ങൾ വന്നതോടെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പൂജയുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന വീക്കെൻഡ് എപ്പിസോഡിലെ ഒരു ടാസ്കിൽ നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ആവശ്യമായിരുന്നു. ആ ടാസ്കിൽ നന്നായി പെർഫോം ചെയ്തതോടെയാണ് പൂജയ്ക്ക് ഡിസ്ക് വേദന അനുഭവപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് അത് വർദ്ധിക്കുകയും കട്ടലിൽ നിന്നും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു. ബിഗ് ബോസിന്റെ ടീം സ്ട്രക്ചറുമായി വന്നാണ് റൂമിൽ നിന്നും പൂജയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. 2 ആഴ്ചയോളം പൂജയ്ക്ക് വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ താരത്തെ വീട്ടിലേക്ക് അയക്കാനാണ് സാധ്യത. തിരിച്ചു വീണ്ടും പൂജ ഗെയിമിലേക്ക് വരുമോ എന്നതിൽ വ്യക്തതയില്ല. അതേസമയം പൂജ പോയതോടെ പവർ ടീമിൽ ഒരാളുടെ കുറവുണ്ടായി. അത് പരിഹരിക്കാൻ മറ്റു മത്സരാർത്ഥികളിൽ നിന്നും ടാസ്കിലൂടെ ഒരാളെ ഹൗസ്മേറ്റ്സ് കണ്ടെത്തിയെന്നും ടാസ്കിൽ ജയിച്ച് പവർ ടീം അംഗമായത് ഗബ്രിയാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ. അതുപോലെ ചികിത്സയിലായിരുന്ന സിജോ ഈ ആഴ്ച മടങ്ങിയെത്തുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അസി റോക്കിയുമായി വാക്കുതർക്കത്തിലായിരിക്കെ റോക്കി മുഖത്തടിച്ചതുമൂലം സാരമായി സിജോയ്ക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് ശസ്ത്രക്രിയയ്ക്കടക്കം വിധേയനായ സിജോ കഴിഞ്ഞ കുറച്ചു നാളുകളായി വിശ്രമത്തിലായിരുന്നു. ഇപ്പോഴത്തെ സുഖം പ്രാപിച്ച സിജോ ഹൗസിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. സിജോ തിരിച്ചു വരുമ്പോൾ കളികൾ വീണ്ടും മാറിമറിയും. ഇനി എന്തൊക്കെയാണ് ഹൗസിൽ നടക്കാൻ പോകുന്നത് എന്ന് അറിയാൻ പ്രേക്ഷകരും ആകാംക്ഷയിലാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് സിജോ. താരം തിരിച്ചു വന്ന് പൂർവാധികം ശക്തിയോടെ മത്സരിക്കുന്നത് കാണാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. ബിഗ് ബോസിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിജോയ്ക്ക് സംഭവിച്ചതുപോലൊരു ഫിസിക്കൽ അസോൾട്ട് ഒരു മത്സരാർത്ഥിക്ക് സംഭവിക്കുന്നത്. മുമ്പ് റിയാസിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്ന പേരിൽ റോബിൻ രാധാകൃഷ്ണനെ പുറത്താക്കിയിരുന്നു. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ് സിജോയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത്.